പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതേ ഒരു റോഡിൻ്റെ കാഴ്ചയിലേക്കാണ്. ഒരു റോഡെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാണില്ല. നമ്മുടെ കേരളത്തിൽ എന്താണെങ്കിലും അങ്ങനെ ഒരു റോഡില്ല. ലോകത്ത് തന്നെ ഇങ്ങനൊരു റോഡുണ്ടോ എന്നൊരു കാര്യത്തിലും സംശയമാണ്. നമുക്ക് പോകുന്നത് പാറ്റ്ന ഗയ ഹൈവേയിലെ ജഹ്നാബാദിൽ 100 കോടിക്ക് പണിത ഒരു റോഡിൻ്റെ കാഴ്ചയിലേക്കാണ്. ആ റോഡിലൂടെ അതിവേഗത്തിൽ വണ്ടി ഓടിച്ച് പോയാൽ നമ്മൾ വല്ല മരത്തിലും പോയി ഇടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ റോഡിൻ്റെ പലയിടത്തും മരങ്ങളാണെന്നേ. 7.8 കിലോമീറ്റർ ദൂരമുണ്ട് ഈ റോഡിനായിട്ട് മരം മുറിക്കാൻ വനം വകുപ്പിനോട് അനുമതിയൊക്കെ തേടിയെങ്കിലും അത് ലഭിച്ചില്ലെന്നാണ് PWD വകുപ്പ് പറയുന്നത്. റോഡിന് വേണ്ടി 14 ഹെക്ടറിന് നഷ്ടപരിഹാരവും വനം വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടത്രേ. അതുകൊണ്ട് തന്നെ മരമൊന്നും വെട്ടാതെ റോഡ് അങ്ങ് വെട്ടി. 2 വർഷത്തിനിടയിൽ ഡസൻ കണക്കിന് പുതിയ പാലങ്ങളൊക്കെ തകർന്നു വീണ ബീഹാറിൽ ഇതൊക്കെ നിസ്സാരമാണ്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് നമ്മുടെ ഈ റോഡ്. നമുക്ക് ആ കാഴ്ചകൾ കാണാൻ ആദ്യം. Giant problem. Trees. VS അനോജുണ്ട് നമുക്കിപ്പം. VS അനോജ്, ഇതിപ്പം ഇങ്ങനൊരു റോഡ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. റോഡൊക്കെ വെട്ടി. പക്ഷേ ഈ റോഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ആരെങ്കിലുമൊക്കെ രാത്രിയൊക്കെ ഈ വെട്ടവും വെളിച്ചൊന്നും ഇല്ലാത്ത ഈ റോഡിലൂടെ ഓടിച്ചാൽ മരത്തിൽ ഇടിച്ച് മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? അതെ, ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയം വേണ്ട. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത കൊടുത്തതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ വൈറലായ സമയത്ത് എന്ന് വെച്ചാൽ അതിന് ശേഷമാണ് ഏറ്റവും വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് വന്നത് ഇപ്പോഴാണ്. കാരണം ഇത് വലിയ അത്ഭുതം തോന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഇതിനകത്തൊരു വിചിത്രതയുണ്ട്, അല്ലെങ്കിൽ ഒരു കൗതുകം ഉണ്ടെന്ന് പറയാം. കാരണം ഒന്ന്, രാത്രിയിലാണ് ഈ പ്രശ്നം ഏറ്റവും ഭീകരമായിട്ട് വരിക. കാരണം ആ മേഖലയിൽ അതൊരു വനമേഖലയിൽ ചേർന്നിട്ടുള്ള അവിടെ ഒരു ഹൈവേ ഉണ്ടായതാണ്. ആ ഹൈവേ തന്നെ നേരത്തെ ഒരുപാട് അപകട സാധ്യതയും വലിയ രീതിയിലുള്ള കേവുകളും ഒക്കെ ഉണ്ടായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അപകട സാധ്യത കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റോഡാണത്. അങ്ങനെ വരുമ്പം അത്രയും മേഖലയിൽ പുതിയ രീതിയിലൊരു റോഡ് ഡെവലപ്മെൻറ്റ് വരുന്നു. അത് ആളുകൾക്ക് സുരക്ഷ ഉണ്ടാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ പ്രശ്നം ഇതാണ്, അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇനീഷ്യേറ്റീവിൽ പൊതുമരാമത്ത് PWD വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പ്രപ്പോസൽ ഉണ്ടാക്കി ആ റോഡിൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ പ്രശ്നം ഉണ്ടായത് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. അവരതിന് അലോക്കേഷൻ ഉണ്ടായില്ല, അതായത് പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്തില്ല മരം മുറിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ മരം മുറിക്കുന്ന കാര്യത്തിൽ അത് ഡിസ്പ്യൂട്ടായി, അത് മുന്നോട്ട് പോയില്ല. അത് പ്രശ്നമായപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ റോഡ് പണിതോ, പക്ഷേ മരം മുറിക്കാൻ സമ്മതിക്കില്ല. അപ്പം എന്താ പറയുക, റോഡ് അവർ വെട്ടി, പക്ഷേ മരം വെട്ടിയില്ല. ഇതാണ് സംഭവിച്ചത്. ഏതായാലും ഇത് ഭയങ്കര രസകരമായ പരിപാടി എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും ഭീകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് 100 കോടി രൂപയുടെ റോഡ് 7.8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ പാട്ന ഗയ റോഡിലുള്ള ജഹനാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് അത്രയും മേഖലയിൽ വന്നപ്പം 14 ഹെക്ടറോളം ആ ഭൂമിക്ക് വനവകുപ്പ് അവരുടെ ലാൻഡ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോമ്പൻസേഷൻ ചോദിച്ചു. ഇത് വലിയ ഡിസ്പ്യൂട്ടായിട്ട് മാറി. പക്ഷേ റോഡ് പണിതു. ഏതായാലും വണ്ടികൾക്കൊക്കെ പോകാം. പക്ഷേ രാത്രിയിൽ ഹൈവേയിലൂടെ നല്ല രസമുള്ള ടാറിങ്ങൊക്കെ ഉള്ള ഹൈവേ ആണെന്ന് വിചാരിച്ച് സ്പീഡിൽ പോയാൽ എന്തായാലും പോയിട്ട് മരത്തിൽ പോയി ഇടിക്കും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഈ ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ. അപ്പോൾ അവിടെ ഇത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കപ്പെടുക, ഇത് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ധാരാളം കൗതുകകരമെന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ പബ്ലിക് യൂട്ടിലിറ്റി ഫണ്ട് അല്ലെങ്കിൽ പൊതു ഖജനാവിനെ നഷ്ടം വരുത്തുന്ന വലിയ രീതിയിലുള്ള ലാപ്സ് ഉണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്, അല്ലെങ്കിൽ ഇന്നലെ ഉള്ള വാർത്തകളിൽ വന്നത് ഭോപ്പാലിലെ വാർത്തയാണ്. അത് സേതു ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഭോപ്പാലിലെ ROB റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ ഒരു 90 ഡിഗ്രി കർവ്, അതായത് ഒരു പാലം ഉണ്ടാക്കിയിട്ട് അത് നേരെ ഓടിച്ചു വരുമ്പോൾ ഫ്രണ്ടിൽ ഏതോ മതിലാണെന്നും സ്ഥലം മാറിപ്പോയെന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു റോഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതിന് 7 എഞ്ചിനീയേഴ്സിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മധ്യപ്രദേശ് സർക്കാർ. മോഹൻ യാദവ് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതിൻ്റെ അലോക്കേഷൻ, ഇതിൻ്റെ ഓരോ തരത്തിലുള്ള ഓരോ ഘട്ടത്തിലുള്ള
ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളുണ്ടാക്കുന്ന ഇതിന് കൃത്യമായ പ്ലാൻ ഉണ്ടല്ലോ. ഈ പ്ലാൻ അനുസരിച്ച് ഇത് എങ്ങനെയാണ് ഇതിനുള്ള പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്തത്, എത്ര കോടി രൂപ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഭോപ്പാലിൽ പക്ഷേ റോഡ് ഡെവലപ്മെൻറ്റൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്. ഏതായാലും ബീഹാറിലെ കാര്യത്തിൽ ഏതായാലും വലിയ ഒരു കെടുതിയാണെന്ന് പറയാം. കാരണം അത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ബീഹാറിലെ റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയ കോൺട്രവേഴ്സിയുള്ള സ്ഥലമാണ്. അതായത് ഒരു 17 ദിവസത്തിനുള്ളിൽ 12 പ്രധാനപ്പെട്ട പാലങ്ങൾ തകർന്നു വീണ സ്ഥലം കൂടിയാണ് ബീഹാർ എന്ന് പ്രേക്ഷകരും നമ്മളൊക്കെ ഓർക്കണം. കാരണം അത് ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞതാണ്. 2024-25 കാലഘട്ടത്തിൽ എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ജബൽപൂരിൽ, കിഷൻഗഞ്ചിലടക്കം, മധുബനിയിലടക്കം നിരവധി മേഖലകളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന പാലങ്ങൾ, അതെല്ലാം 200, 300, 400 കോടിയുടെ അല്ലെങ്കിൽ 100 കോടിയിൽ താഴെയുള്ള അത്രയും പബ്ലിക് ഫണ്ട് പൊതുഖജനാവിൽ നിന്നുള്ള പണം എടുത്തിട്ടുണ്ടാക്കിയ പാലങ്ങൾ പലതും തകർന്നു വീണിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് തേജസ്വി യാദവ് പറയുന്നുണ്ട് 17 വർഷം, അതായത് ബീഹാറിലെ മൊത്തം ഭരണത്തിൽ 2 മുന്നണികളുടെ കൂടെ നിന്നുകൊണ്ട് JDU ആണ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, PWDയുടെ പൊതുമരാമത്ത് വകുപ്പ് 17 വർഷമായി ഭരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് നിതീഷിനെതിരെ തേജസ്വി യാദവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ റോഡുകളെല്ലാം പലതും ഇങ്ങനെ പണിയുന്ന പാലങ്ങൾ തകർന്നു വീഴുന്നു, പണിയുന്ന റോഡുകളുടെ നടുവിൽ മരങ്ങൾ വരുന്നു, മരം വെട്ടുന്നില്ല. ഇതൊക്കെ തന്നെ ഏതായാലും 2025 അവസാനം ഇലക്ഷൻ വരാൻ പോവുകയാണ് നവംബറിൽ. എന്തൊക്കെ സംഭവിക്കുന്നു എന്തായാലും നമുക്ക് നോക്കി കാണാം. നമുക്ക് തമാശയാണ് ചെയ്തു, പക്ഷേ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യം സനോജ്. കാരണം നമ്മളിത് കാണുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഇത് ഈ പൊതുഖജനാവിലെ പണമല്ലേ, സാധാരണക്കാർ പാവം അവര് കഷ്ടപ്പെട്ടുണ്ടാക്കി സർക്കാരിന് കൊടുക്കുന്ന പൈസയൊക്കെയാണ് ഇത്തരത്തിൽ ദുരുപയോഗം എന്ന് തന്നെ പറയാം. കാരണം ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും റോഡ് നിർമ്മിക്കും അല്ലേ? വനം വകുപ്പ് ഈ സ്ഥലം കൊടുത്തില്ലെങ്കിൽ ഓക്കെ, അത് വേണ്ട, വേറൊരു സ്ഥലത്ത് പോയി റോഡ് വെട്ടണ്ടേ. ഇതിപ്പം റോഡിലൊക്കെ ആല് പൊടിച്ച് നിൽക്കുകയാണ്, വലിയ ആലൊക്കെ നിൽക്കുകയാണ് റോഡിൽ. ആരെങ്കിലും ഒക്കെ റൂട്ട് അറിയാത്തവരൊക്കെ വന്നാൽ എന്തൊരു വലിയ അപകടമല്ല. ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെയൊക്കെ മനുഷ്യന്മാർക്കല്ല, ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയൊക്കെ പണിയെടുക്കാനും അതിനൊക്കെ അനുമതി കൊടുക്കുന്ന ഒരു തദ്ദേശ ഭരണവും അതേപോലെ സർക്കാരും കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം കത്തിയേനെ ഈ ഒരു സംഭവമൊക്കെ ആണെങ്കിൽ. അപ്പോൾ VS സനോജാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.